ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മുത്തൂർ 26-ാം അംഗൻവാടി ഹെൽപ്പർ ശ്രീമതി MK വത്സലക്ക് മുത്തൂർ പൗരാവലി യാത്രയയപ്പും അനുമോദനവും നൽകി. പരിപാടി തിരൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ യാസിർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ അഫ്സദ് TK അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സരോജാദേവി ഉപഹാരം സമർപ്പിച്ചു. മുൻ കൗൺസിലർമാരായ KK അബ്ദുസലാം മാസ്റ്റർ, P കോയ മാസ്റ്റർ, P മുഹമ്മദ് കുട്ടി എന്ന അബ്ദു, V ആയിഷക്കുട്ടി, KM ഹനീഫ, CDPO റംല, ആശാവർക്കർമാരായ V ഖദീജ, TI സൽമത്ത് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻ MK അനിൽകുമാർ സ്വാഗതവും കൺവീനർ ഷിനി നന്ദിയും പറഞ്ഞു. പറമ്പിൽ ചെറിയ ഓല ഷെഡിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ശ്രമഫലമായി തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ഥലം കണ്ടെത്തി അതിൽ ഒരു ബിൽഡിംഗ് തുടങ്ങി ഏകദേശം നല്ല രീതിയിൽ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മളൊരു വലിയ യാത്രയപ്പ് ഈ മുത്തൂർ പൗരാവലി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സമുചിതമായിട്ടുള്ളൊരു യാത്രയപ്പാകണം നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഒരു അമ്മയായി നമുക്കൊക്കെ വേണ്ടപ്പെട്ട ആളായി നിന്നിട്ടുള്ള ശ്രീമതി വത്സലയുടേതുമെന്ന് ഇവിടുത്തെ പൗരാവലി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം മുമ്പ് ഒരു സ്വാഗത സംഘം രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയത്. എല്ലാവർക്കും പരിചിതരായിട്ടുള്ള ഒരാളെന്നാണ് വത്സല ചേച്ചി. എപ്പോഴും ഒരു ചിരിച്ച മുഖമായിട്ടാണ് നമ്മളൊക്കെ എല്ലാവരും കാണുക. ഒരുപാട് കുട്ടികളെ കയ്യിലെടുത്ത് ഊട്ടിയും ഉറക്കിയും ഒക്കെയാണ് അവരെ വളർത്തിയിട്ടുള്ളത്. ആദ്യം പഠിപ്പിച്ച കുട്ടികളുടെ അവരെ മക്കളെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ അവരെ നോക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ വത്സലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. 60 വയസ്സായി അവര് ഈ സേവനത്തിൽ നിന്ന് പിന്മാറുകയാണ്. പുണ്യമായ പ്രവൃത്തിയായിട്ടാണ് അവരൊക്കെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവര് റിട്ടയറായി ഇനിയുള്ള കാലങ്ങളിലും ഈ നാട്ടുകാരുടെ ഇവിടുത്തെ അവര് പ്രവർത്തിച്ച ആ കുട്ടികളുടെ സ്നേഹം എന്നും അവർക്കുണ്ടാവുമെന്നത് തന്നെയാണ് അവർ ഏറ്റവും വലിയ ഭാഗ്യം. 1977 മുതൽ ഇവിടെയുള്ള യാത്രയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ബഹുമാനായിട്ടുള്ള നമ്മുടെ മരിച്ചുപോയ അബ്ദുമാസ്റ്റർ ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപക സ്ഥാനത്ത് നിന്ന് 1977 റിട്ടയർ ചെയ്ത് നോക്കുന്നു. അന്ന് ഇവിടുത്തെ ഒരു പുതിയ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഒരു വിദ്യാർത്ഥി ആയിക്കൊണ്ട് ഒരു യാത്രയപ്പ് കാണാൻ വേണ്ടി ഈ അങ്കണത്തിൽ എത്തിച്ചേർന്ന് ഇപ്പോൾ ഓർമ്മയിൽ വരാം. സംഘാടകനായിട്ടും ആശംസാ പ്രാസംഗികനായിട്ടും അതുപോലെ തന്നെ മറ്റു പല രീതിയിൽ പങ്കെടുക്കാൻ ഉള്ള ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ്. അതേ അർത്ഥത്തിൽ തന്നെയുള്ള ഒരു യാത്രയപ്പാണ് നമ്മുടെ ശ്രീമതി വത്സലയുടെ യാത്രയപ്പ് കൂടി കാണുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് ഈ സ്കൂൾ സംബന്ധിച്ചോളം ഈ സ്കൂളിലേക്കുള്ള ഏറ്റവും നല്ല കുട്ടികളെ സംഭാവന ചെയ്യുന്ന സ്ഥാപനമായിരുന്നു നമ്മുടെ ഈ അംഗനവാടി. സരോജ ടീച്ചറും അതുപോലെ തന്നെ ശ്രീമതി വത്സലയൊക്കെ ഏകദേശം 40 വർഷത്തോളമായിട്ട് അവിടെ പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിലൊക്കെ അവിടെ നിന്ന് അവര് മെരുക്കെടുക്കുന്ന കുട്ടികളായ സ്കൂളിലേക്ക് വരുന്നത് നമ്മുടെ കയ്യിലേക്ക് എത്തിയിരുന്നത്. 37 വർഷത്തിലധികം ഒരു അംഗനവാടിയുടെ സാരഥിയായും വർക്കറായും ഇവിടുത്തെ കുട്ടികളുടെ ഭാവി സംസ്കരണത്തിൽ വലിയ പങ്ക് വഹിച്ച എൻ്റെ അയൽവാസി കൂടിയായ വത്സലയ്ക്ക് എല്ലാവിധ ആരോഗ്യങ്ങളും നേരുകയാണ്. 37 വർഷക്കാലത്തിലേറെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു ചെറിയ കാലമല്ല. ജീവിതത്തിന്റെ സിംഹഭാഗവും ഏതാണ്ട് ആയുസിന്റെ ഏറെക്കുറയും അവർ സേവനമനുഷ്ഠിച്ചത് ഈ മുത്തൂർ മണ്ണിലാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ പ്രദേശത്തെ അംഗനവാടികളിലാണ്. കഴിഞ്ഞ ഓരോ തലമുറകളിലെയും നമ്മുടെ മക്കളെ വാർത്തെടുത്തതിൽ അവർക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒരിക്കൽ പോലും ഒരു സന്ദർഭത്തിലും ഒരു അസ്വാരസ്യത്തിനും ഇടവരുത്താതെ കഴിഞ്ഞ ഓരോ കാലഘട്ടങ്ങളിൽ പിഞ്ചോമരണങ്ങൾക്കിടയിൽ തന്റെ ദൗത്യം നിർവഹിക്കപ്പെടുക എന്നത് അത്ര ചെറിയൊരു കാര്യമല്ല.
എന്റെ വത്സല ചേച്ചി തന്നെ എനിക്ക് പറയാം. ഞങ്ങളൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നവരെ പോലെ അന്നും ഇന്നും ജീവിച്ചവരാണ്, അന്നൊന്നും കാണുന്നവരുമാണ്. അതിൽ അംഗനവാടിയിലായാലും നമ്മൾ എന്നും കാണുന്നവരാണ്. എന്റെ വീടും അംഗനവാടിയൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇതിന് തൊട്ടപ്പുറത്തായാലും ഇപ്പുറത്തായാലും ഞങ്ങൾ ഒരുപോലെ കാണുന്നവരാണ്. അപ്പൊ ദൈവം അവർക്ക് കുടുംബജീവിതം, നമുക്ക് ഇപ്പൊ റിട്ടയർമെന്റ് ആയാലും നമുക്ക് നാളെയും ജീവിക്കണം. നമ്മുടെ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയുസ്സും ആരോഗ്യത്തോടു കൂടി കുടുംബജീവിതം നയിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ 37 വർഷക്കാലം, നീണ്ട 37 വർഷക്കാലം നമ്മുടെ നാട്ടിലെ പിഞ്ചു കുട്ടികൾക്ക് ബാലപാഠം അറിവ് നൽകുന്ന അംഗൻവാടിയുടെ അത് യഥാസ്ഥാനത്ത് എത്തിച്ച് അവരുടെ രക്ഷിതാക്കളുടെ ഒക്കെ സന്തോഷം പിടിച്ചു പറ്റിയ നമ്മുടെ ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥിയായ വത്സല ചേച്ചി അവർക്ക് യാത്രയപ്പ് നൽകുന്നു. ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ആദ്യമായിട്ട് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഏപ്രിൽ 30 ഔദ്യോഗികമായി വിരമിച്ചിരിക്കുകയാണ്. അവർക്ക് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളും എല്ലാവരും ചെന്ന് എല്ലാവരും കൂടി ഒരു സന്തോഷത്തോടുള്ള യാത്രയപ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും വത്സലയും 1489 ആണ് ഞങ്ങൾ രണ്ടാളും ഒപ്പമാണ് ജോയിൻ ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരേ മനസ്സോടെ, സങ്കടമായാലും സന്തോഷമായാലും ഒരേ മനസ്സോടെയാണ് ഞങ്ങൾ അംഗൻവാടിയിൽ പ്രവർത്തിച്ചിരുന്നത്. പല സങ്കടങ്ങളും ഞങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. കാരണം നമുക്കൊരു സ്ഥാപനമില്ലായിരുന്നു. പൂച്ച കുട്ടികളെ കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങൾ പല വാർഡുകളിലും പല സ്ഥലത്തും വെച്ച് കെട്ടിയിട്ട് ഞങ്ങൾ കുട്ടികളെ സംരക്ഷിച്ചിട്ടുണ്ട്. എന്താ പറയാ നമുക്ക് അറിയണില്ല. അവർ പേരക്കുട്ടികളെ നോക്കി നല്ല സന്തോഷമായിട്ട് സമാധാനമുള്ള നല്ല ജീവിതം ഉണ്ടാവട്ടെ. അംഗനവാടിക്ക് സ്ഥലം ഇല്ലാതെയായിട്ട് നമ്മളെ സുലൈഖ വിവാഹത്തുമ്മ മരിച്ചുപോയി. യാസീരെ വീട്ടുകാർ അവരാണ് ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് സ്ഥലം ഒരു ഷെഡ് കെട്ടിയിട്ട് ഇവിടെ നിന്നുകൊണ്ട് ദേവിയറിന് ഞങ്ങളെ കത്തി കരുണാകരൻ്റെ അവിടെ നമ്മൾ ആദ്യം അംഗനവാടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് ആ അംഗനവാടി ഒരു സാഹചര്യത്തിൽ കത്തിപ്പോയിട്ട് നമുക്ക് ആ അംഗനവാടി എവിടെയാണ് ഇനി കൊണ്ടുവരികയെന്ന് വെച്ച് നമ്മൾ അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മളെ മൊയ്തുറാക്ക അവരെ വീട്ടിൽ ഒരു 10 ദിവസം നമ്മൾ അംഗനവാടി അവിടെ നടത്തി. അത് കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ഏഴുക്കാരൊരു ഹദ്രൈമാനജി വാഴക്കൊല അവര് പറഞ്ഞു നമ്മള് പണിക്കർ അവിടെ ഒരു സ്ഥലം തരാം, ഒരു ഷെഡ് കെട്ടിത്തരാം ദേവിയെ, നമ്മൾ അവിടേക്ക് പോവാന്ന് പറഞ്ഞ ഞാനും ദേവി ചേച്ചിയും കൂടി ഒരുപാട് സ്ഥലത്ത് ഈ അംഗനവാടി കൊണ്ടുനടന്നിട്ട് കൊടുത്താണ് നമ്മളെ വിവാത്തുമ്മ ദേവി ചേച്ചിയോട് പറഞ്ഞത് ഇവിടെ കുറച്ച് ദിവസം ഈ നിന്നോ, കുറച്ച് വാടക തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അന്നത്തെ കുട്ടികള് ഇപ്പൊ വലിയവരായി, ഡോക്ടർമാരായി. ആ ഡോക്ടർമാരൊക്കെ ഞാൻ വിളിച്ചിരിക്കുന്ന അവർക്കൊന്നും വരാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വന്ന ആൾക്കാർക്ക് നമ്മളെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യണവര് എന്നെ വിചാരിച്ചിട്ട് എത്രയും നേരം വന്നിരിക്കുന്ന അവർക്കും ഞാൻ എൻ്റെ ഒരു സഹകരണം പറയാണ്. പിന്നെ നമ്മളെ ടീച്ചർമാരും അതെ, ഇനി എവിടുന്ന് കണ്ടാലും നമുക്ക് രാവിലെ ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. വീട്ടിൽ ഇരിക്കുന്നേക്കാളും നല്ലത് നമുക്കൊരു ജോലി ചെയ്യാണ്. ഒരു 9:30 ആകുമ്പോഴേക്കും നമുക്കൊരു വേജാണ്, അയ്യോ കുട്ടികൾ വന്നിട്ടുണ്ടാവുമോ എന്താന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ രാവിലെ പോയി 3:30 വരെ ഈ മക്കളെ കൂടെ നിൽക്കുന്നത്, നമ്മളെ സമയം പോണതും അറിയില്ല, നമുക്ക് ടെൻഷനും ഉണ്ടാവൂല. അങ്ങനെ കുറേ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സലാമാഷ ഈ സ്കൂളിലേക്കാണ് നമ്മളെ മക്കൾ പഠിച്ച സ്കൂളാണ്. പിന്നെ എൻ്റെ ദേവി ചേച്ചി പറയുന്ന ഒരു ടീച്ചറല്ല, എന്റെ കൂടെ ഒരു ചേച്ചി ആയിട്ടാണ്. എന്ത് കാര്യത്തിനും ഞാൻ ഇനിയിപ്പോ റിട്ടയർഡ് ആയി എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ദേവി ചേച്ചി നമ്മളെ മുത്തൂര് അങ്ങനെ ഉണ്ട്. എന്ത് കാര്യം ഞാൻ ദേവി ചേച്ചിയോട് പറയും, ദേവി ചേച്ചി എന്നോടും പറയും. ഞങ്ങളൊരു അനിയത്തി പോലെയാണ് ആ അംഗനവാടിയിൽ ഇത്രയും കാലം വർക്ക് ചെയ്തത്. അതേമാതിരി തന്നെ നമ്മളെ ഈ വന്ന അമ്മമാരും അതെ എന്നോട് നല്ലൊരു ഇതിലാണ്. ഇനിയും കുറെ അമ്മമാരും കുട്ടികളും വരാണ്ട്, അവർക്ക് വരാൻ സാധിക്കാഞ്ഞിട്ടായിരിക്കും. ഈ വന്നവർക്ക് മുഴുവൻ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്നേഹം അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ റിട്ടയർമെന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാസർ പൊട്ടച്ചാലയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അബ്ദു
ആയിഷക്കുട്ടി താത്ത, മീഡിയ ന്യൂസ്, തിരൂർ.